ഓക്കെ, എന്താണ് ചോദ്യം? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ വെക്ടറിന്റെയും ബി വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് സച്ച് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. അവർക്ക് എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. എക്കും ബിക്കും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതാം. ഗിവൺ എന്തൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഓക്കെ, അടുത്തെന്താണ്? ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ ദം ആയിട്ടുള്ള തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? എ ഡോട്ട് ബി എന്ന് പറയുന്നത് 1/2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. അതിന് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? എ ഡോട്ട് ബിയുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എ ഡോട്ട് ബി എന്താ മക്കളെ പറയുന്നേ? വി നോ, നമുക്ക് എന്തറിയാം? എ ഡോട്ട് ബി ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഓക്കെ, അതെന്ത് വരും? എ ഡോട്ട് ബി, എ ഡോട്ട് ബി എത്രയാ മക്കളെ? എ ഡോട്ട് ബി എന്ന് പറയുന്ന 1/2 ആണ്. ഓക്കെ, 1/2 ആണ്. ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സെയിം ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, കോസ് തീറ്റ, തീറ്റ എത്രയാണ്? 60 ഡിഗ്രി ആണ്. സോ കോസ് 60 ഡിഗ്രി എത്രയാ മക്കളെ വരുന്നേ? കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് 60 ഡിഗ്രി എത്രയാ മക്കളെ? 1/2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1/2 ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ്, സോറി ഇവിടെ നമുക്ക് ബി വെക്ടർ എടുക്കണ്ടല്ലോ, എ വെക്ടർ എടുക്കാം. രണ്ട് സെയിം അല്ലേ? സോ എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ സ്ക്വയർ ഓവർ കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരും. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? 2 ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്താലും മതി. ക്രോസ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി പോകും. അവിടെ വെച്ചാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ഈക്വൽസ് 1 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എത്ര കിട്ടും? 1 കിട്ടും. √1. ഓക്കെ, ഇവിടെ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ 1 കിട്ടും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ത് വരും മക്കളെ? 1 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം എന്തുകൊണ്ടാ -1 എന്തുകൊണ്ടാ എടുക്കാത്തേ? -1ന്റെ സ്ക്വയറും 1 ആണല്ലോ വരുന്നത്. -1 എന്തുകൊണ്ടാ എടുക്കാത്തേ? കാരണം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്, വെക്ടറിന്റെ ലെങ്ത് ആണ്. ലെങ്ത് പോസിറ്റീവേ വരത്തുള്ളൂ, മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് വരത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ 1 മാത്രമായിട്ട് എടുക്കുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 1 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. സോ എ 1 വരുമ്പോ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ് വരുന്നത്. ഓക്കെ, സോ അത് രണ്ടും എന്ത് വെക്ടർ ആണ് മക്കളെ? അത് രണ്ടും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് if a unit vector a vector such that x minus a dot x plus a equals 12. Okay, a vector എന്തെന്നാ പറഞ്ഞിട്ടുള്ളേ? യൂണിറ്റ് വെക്ടർ എന്നാണ്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? given a vector is യൂണിറ്റ് വെക്ടർ. a vector എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, that is magnitude of a എന്തെടുക്കാം? 1 എടുക്കാം. a എന്താണ് മക്കളെ? യൂണിറ്റ് വെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത് നോക്കാം. നോക്കിക്കേ, എക്സ് വെക്ടർ മൈനസ് എ വെക്ടർ ഡോട്ട് എക്സ് വെക്ടർ പ്ലസ് എ വെക്ടർ ഈക്വൽസ് 12. ഇതാണ് നേരത്തെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. സെയിം ഒരു പ്രോബ്ലം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. അതിന് നമ്മൾ എയും ബിയും വെച്ചാണ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഡോട്ട് എ വെക്ടർ മൈനസ് ബി വെക്ടർ. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയും സെയിം രീതിക്ക് തന്നെ വരാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് സ്ക്വയർ എക്സ് വെക്ടർ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു എന്ത് വരും? 12 വരും. ഓക്കെ, അപ്പോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് വെക്ടർ സ്ക്വയർ ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്? 1 ആണ്. സോ 1 സ്ക്വയർ ഈക്വൽസ് 12 വരും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്താണ്? 1 ആണ്. സോ -1 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +1 ആകും. സോ 12 + 1 വരും. അത് എത്രയാ മക്കളെ? 13 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് വെക്ടർ സ്ക്വയർ ഈക്വൽ ടു 13. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? √13 വരും. ഓക്കെ, സോ എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് മക്കളെ?
√13 ആണ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? എ വെക്ടർ ഈക്വൽസ് 2i cap plus 2j cap plus 3k cap, b vector equal to -i cap plus 2j cap plus k cap, and c vector equal to 3i cap plus j cap are such that a plus lambda b is perpendicular to c. a plus lambda b എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പെർപെൻഡിക്കുലർ ടു സി ആണ്. then find the value of lambda. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a plus lambda b എടുക്കാം. ഓക്കെ, സോ വെക്ടർ a plus lambda b എന്ത് വരും? വെക്ടർ a എന്താണ്? ഇതാണ്. സോ 2i cap plus 2j cap plus 3k cap plus lambda times b വെക്ടർ എന്ത് വരും? -i cap plus 2j cap plus k cap എന്ന് വരും. ഇത് നമുക്ക് എടുത്താൽ എന്ത് വരും? 2 മൈനസ് ലാംഡ, ഇവിടെ മൈനസ് ലാംഡ വരും. സോ 2 മൈനസ് ലാംഡ ഐ ക്യാപ് പ്ലസ് 2 ടൈംസ് 2 എന്ത്? 2 ലാംഡ. ഇവിടെ എന്താണ്? 2 ലാംഡ. സോ 2 പ്ലസ് 2 ലാംഡ ഷേ ക്യാപ് പ്ലസ് 3 പ്ലസ് ലാംഡ കെ എന്ന് ലാംഡ കെ ആണ് വരുന്നത്. സോ 3k പ്ലസ് ലാംഡ കെ, 3 പ്ലസ് ലാംഡ കെ. ഓക്കെ, ഈ ഒരു രീതിക്ക് വരും. ഇതാണ് എന്ത്? എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടർ എന്ന് പറയുന്നത്. നമ്മളുടെ സി വെക്ടർ എന്താണ്? സി വെക്ടർ ഈക്വൽ ടു 3i cap പ്ലസ് j cap. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് പെർപെൻഡിക്കുലർ ആണ്. ഗിവൺ എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടർ പെർപെൻഡിക്കുലർ ടു സി വെക്ടർ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് a vector plus lambda b vector dot c vector equals എന്ത് വരണം? 0 വരണം. ഓക്കെ, ഇവിടെ നമുക്ക് c വെക്ടറിനെ വേണമെങ്കിൽ പ്ലസ് 0k വെക്ടർ എന്ന് എഴുതാം. ഓക്കെ അല്ല, 0k വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കിത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? 2 മൈനസ് ലാംഡ എന്ത് വരും? 2 മൈനസ് ലാംഡ ടൈംസ് 3 പ്ലസ് 2 plus 2 lambda, 2 plus 2 lambda times 1. ചെയ്തതാണ് 1 ആണ്. പ്ലസ് 3 plus lambda times എന്ത് വരും? 0 equals 0 വരും. ഇവിടെ 0 ഇത് മൊത്തത്തിൽ പൊക്കോളും. ഇതെന്ത് വരും? 6 നമുക്ക് അകത്തോട്ട് എടുക്കാം. സോ 6 മൈനസ് 3 lambda പ്ലസ് ഇത് അകത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2 plus 2 lambda equals 0. ഓക്കെ, 6 മൈനസ് ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് വരും? 6 plus 2 8 ഇതെന്ത് വരും? മൈനസ് ലാംഡ ഈക്വൽസ് 0, ലാംഡ ഈക്വൽസ് 8 എന്ന് കിട്ടും. ഓക്കെ, ഈ മൈനസ് ലാംഡ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 8 ഈക്വൽസ് ലാംഡ അഥവാ ലാംഡ ഈക്വൽസ് 8 എന്ന് പറഞ്ഞു കിട്ടും. സോ ലാംഡയുടെ വാല്യൂ എന്താണ്? ലാംഡ ഈക്വൽസ് 8 എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് ഇവിടെ 8 ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? നോക്കിക്കേ. ഷോ ദാറ്റ് magnitude of a vector dot b vector, magnitude of a vector times b vector plus magnitude of b vector times a vector is perpendicular to magnitude of a vector times b vector minus magnitude of b vector times a vector for any two non-zero vectors a and b. Okay, so നമുക്ക് കാണിക്കേണ്ടത് ഇതിന് ഏത് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിലും ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. ഇതുമായിട്ട് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് 0 വരണം. ഓക്കെ, അപ്പൊ ഇതിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ബി പ്ലസ് magnitude of b vector a vector dot magnitude of a vector b vector minus magnitude of b vector a vector എന്ന് പറഞ്ഞു. സോറി, ഓക്കെ, ഡോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? ഇതുമായിട്ട് എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അത് സ്കെയിലാർ വാല്യൂ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സ്കെയിലാർ വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ 3a വെക്ടർ പ്ലസ് 2a വെക്ടർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നൊക്കെ പറയുന്നത് കേട്ടോ.
അപ്പൊ നമുക്ക് ചെയ്യാം എന്താണ് ഇത് നമുക്ക് എടുക്കുമ്പോൾ എന്ത് വരും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ഓക്കെ എന്നിട്ട് എന്ത് വരും ബി ഡോട്ട് ടു ബി വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ അടുത്ത് എന്ത് വരും ഇത് ഇതുമായിട്ട് എടുക്കുമ്പോൾ എന്ത് വരും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഉണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഉണ്ട് എ ഡോട്ട് ബി ഉണ്ട് ബി ഡോട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി എന്ന് പറയുന്നത് സെയിം ആണ് ഓക്കെ അടുത്ത് ഇവിടെ ഇത് എടുക്കുമ്പോഴോ പ്ലസ് നോക്കിക്കേ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഉണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഉണ്ട് എ ഡോട്ട് ബി ഉണ്ട് ഓക്കെ അടുത്ത് എന്ത് വരും ഇതുമായിട്ട് എടുത്താലോ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ത് വരും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ വരും ഓക്കെ എ ഡോട്ട് എ എന്ത് വരും എ ഡോട്ട് എ വെക്ടർ എ ഡോട്ട് വെക്ടർ എ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ഇവിടെ എന്ത് വരും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ബി ഡോട്ട് ബി എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ആണ് സോ ഇതെന്ത് വരും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ഇത് എന്ത് നോക്കിക്കേ മക്കളെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ ഡോട്ട് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ ഡോട്ട് ബി ഒന്ന് നെഗറ്റീവും മറ്റൊന്ന് പ്ലസും സോ അത് രണ്ടും എന്താകും ക്യാൻസൽ ആയി പോകും നൈസ് ആയിട്ട് അല്ലേ അത് രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോൾ എന്ത് കിട്ടും അടുത്ത് എന്താണുള്ളത് മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഉണ്ട് സ്ക്വയർ ഉണ്ട് അടുത്തെന്ത് വരും എ ഡോട്ട് ബി എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ആണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഹോൾ സ്ക്വയർ ഓക്കെ രണ്ട് ന്യൂമറിക്കൽ വാല്യൂസ് ആണ് സോ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ ഒരു കുഴപ്പമില്ല മൈനസ് ഇതെന്നിങ്ങനെ എഴുതാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഹോൾ സ്ക്വയർ ഇതെന്താണ് മക്കളെ സെയിം വാല്യൂസ് അല്ലേ സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 0 കിട്ടും സോ നമുക്ക് ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ 0 വന്നതുകൊണ്ട് എന്ത് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വെക്റ്റർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എന്ത് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വെക്റ്റർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ വെക്റ്റർ എന്ന് പറയാം ഓക്കെ അവരെന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ക്ലിയർ ആണല്ലോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം ഓക്കെ എന്താണ് ഇഫ് എ ഡോട്ട് എ ഈക്വൽസ് 0 ആൻഡ് എ ഡോട്ട് ബി ഈക്വൽസ് 0 then what can be concluded about vector b ഓക്കെ വെക്ടർ ബിനെ പറ്റി എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത് എ ഡോട്ട് എ എന്ന് പറയുന്നത് 0 ആണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണ് സോ ബി എന്ന് പറയുന്നത് എന്ത് വെക്ടർ വരാം ഓക്കെ ചാടിക്കയറി നമുക്ക് തോന്നും ബി എന്ന് പറയുന്ന 0 വെക്ടർ വരണം എന്നൊന്നും എഴുതി കളയരുത് ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ നോക്കേ എന്ത് തന്നിട്ടുണ്ട് ഗിവൺ എ ഡോട്ട് എ ഈക്വൽസ് 0 ഓക്കെ വിച്ച് ഇംപ്ലൈസ് എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ആണ് അത് 0 ആണ് വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽസ് 0 സോ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ് മക്കളെ 0 ആണ് ദാറ്റ് ഈസ് എ വെക്ടർ ഈസ് 0 വെക്ടർ എ വെക്ടർ എന്താണ് മക്കളെ 0 വെക്ടർ ആണ് ഓക്കെ therefore a dot b is 0 for every b vector so b ഏത് വെക്ടർ വന്നാലും a dot b 0 ആകും കാരണം a എന്ന് പറയുന്നത് എന്താണ് 0 വെക്ടർ ആയിരുന്നു a എന്ന് പറയുന്നത് എന്ത് വെക്ടർ ആയിരുന്നു 0 വെക്ടർ ആയിരുന്നു സോ a 0 വെക്ടർ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് നമ്മൾ ഏത് വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലും 0 വെക്ടറെ കിട്ടത്തുള്ളൂ ഓക്കെ സോ നമുക്ക് എ 0 വെക്ടർ ആണെന്ന് കാണിക്കുക അത് കാണിച്ചതുകൊണ്ടാണ് അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എന്ത് കിട്ടിയത് 0 കിട്ടിയത് ഓക്കെ സോ അത് പെർപെൻഡിക്കുലർ ആണെന്ന് ഒന്നുമല്ല അപ്പൊ വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് അബൌട്ട് വെക്ടർ ബി എന്ന് പറയുമ്പോൾ എ ബി വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു എ വെക്ടർ എന്നൊന്നും ചാടിക്കറി എഴുതി കളയരുത് ഇത് മാത്രം കണ്ടിട്ട് കാരണം ഇപ്പുറത്ത് വേറെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് സോ എ ഡോട്ട് എ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ എ വെക്ടർ എന്ന് പറയുന്നത് 0 വെക്ടറിലേക്ക് നമുക്ക് എത്തും സോ എ വെക്ടർ 0 ആയതുകൊണ്ട് അത് ഏത് വെക്ടറുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലും 0 കിട്ടത്തുള്ളൂ സോ ബി ക്യാൻ ബി എനി വെക്ടർ നമുക്ക് എന്ത് പറയാം ബി വെക്ടർ can be any vector okay b vector എന്ന് പറയുന്നത് that is b vector can be any vector b vector എന്ന് പറയുന്നത് ഏത് വെക്ടർ ആണോ ഏത് വെക്ടർ വന്നാലും കുഴപ്പമില്ല ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും സപ്പോസ് എ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് നോട്ട് ഈക്വൽ ടു 0 കിട്ടി സപ്പോസ് എ ഡോട്ട് എ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ തന്നു ഓക്കെ അപ്പൊ അത്
നോൺ സീറോ. അങ്ങനെയാണെങ്കിൽ ബി വെക്ടറിനെ പറ്റി എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഒന്നുകിൽ ബി വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടർ ആകണം, അതല്ല എന്നുണ്ടെങ്കിൽ ബി വെക്ടർ പെർപെൻഡിക്കുലർ ടു എ വെക്ടർ ആകണം എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ ആർ യൂണിറ്റ് വെക്ടേഴ്സ് സച്ച് ദാറ്റ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഈക്വൽ ടു സീറോ വെക്ടർ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഓക്കെ, അപ്പൊ നമുക്ക് എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, അതെല്ലാം എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സച്ച് ദാറ്റ് കണ്ടീഷൻ എന്താണ്? എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവരുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എവരുടെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ എന്താ തന്നിട്ടുള്ളത്? എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ ആർ യൂണിറ്റ് വെക്ടേഴ്സ്. ആർ എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ അവരുടെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സീറോ ആണ്. അത് ആവശ്യം വരുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. magnitude of A equal to magnitude of B equal to magnitude of C equal to 1. ഓക്കെ, അതിലെ യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡുകളെല്ലാം 1 ആണ് വരുന്നത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ബി വെക്ടർ ഈക്വൽ ടു എ പ്ലസ് സി വെക്ടർ ഈക്വൽ ടു മൈനസ് ബി വെക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ബാക്കി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിത് ഓരോന്നും കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് ഈ ഒരു എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടറിനെ ഇതിലേക്ക് ഓരോന്നിലേക്കും കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് എഴുതാം, നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻസ് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 ആണ്. സൈസ് ഒന്ന് ചേഞ്ച് ആക്കാം. ഓക്കെ, ഇതെന്താണ്? ഇക്വേഷൻ നമ്പർ 1 ആണ്. സോ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഓരോന്നിനെയും എ കൊണ്ട് ഡോട്ട് ചെയ്യാം, ബി കൊണ്ട് ഡോട്ട് ചെയ്യാം, സി കൊണ്ട് ഡോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു നോക്കാം. സോ എ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? സൈസ് ഒരു അല്പം കൂടെ. ഓക്കെ, സോ എ കൊണ്ട് നമുക്ക് ഡോട്ട് എടുത്താൽ, ഓക്കെ, എ കൊണ്ട് നമ്മൾ ഡോട്ട് എടുത്താൽ എ വെക്ടർ എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഈക്വൽ ടു എ ഡോട്ട് 0 എന്താണ്? 0 തന്നെയാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ആണ് 1 നമ്മൾ ഈ ഡോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇത് വന്നു. ഇതെന്താണ്? ഇത് അകത്തോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? എ ഡോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ വരും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. ഓക്കെ, അടുത്തെന്ത് വരും? പ്ലസ് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ഈക്വൽസ് എന്ത് വരും? 0 വരും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്ന 1 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ 1 ആയിരിക്കും. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി പ്ലസ് ഈക്വൽസ് എന്ത് എഴുതാം? -1 എഴുതാം. ഈക്വൽസ് -1. ഇത് 1 ആകും. 1 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? -1 ആകും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അതുപോലെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇവിടെ എ കൊണ്ടാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ, ഇനി ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്തുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം? ബി കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. സോ ബി കൊണ്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ബി ഡോട്ട് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ എങ്ങനെ വരും മക്കളെ? ഈക്വൽ 0 ആണ്. ഓക്കെ, നമുക്ക് ഇതകത്തേക്ക് എടുത്താൽ എന്ത് വരും? എ ഡോട്ട് ബി. ഇവിടെ എന്ത് വരും? എ ഡോട്ട് ബി. ബി ഡോട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബിക്ക് തുല്യമാണ് കേട്ടോ. സോ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് ബി എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ വരും. ഓക്കെ, അടുത്തെന്ത് വരും? പ്ലസ് ബി ഡോട്ട് സി ഈക്വൽ 0 ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയുണ്ട്? എ ഡോട്ട് ബി ഉണ്ട് പ്ലസ് ബി ഡോട്ട് സി ഉണ്ട്. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്താണ്? 1 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ത് വരും? 1 സ്ക്വയർ അഥവാ 1 വരും. ആ 1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? -1 ആകും. ഓക്കെ, ഇതിനെ നമുക്ക് എന്തെടുക്കാം? ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം. ഓക്കെ, അടുത്ത വീണ്ടും സെയിം രീതിക്ക് നമുക്ക് അടുത്തതും കൂടെ നോക്കാം. ഓക്കെ, സോറി, ഇക്വേഷൻ നമ്പർ 2 അല്ലേ, ഇത് 1 ആണ്. സോറി, 1 ഇംപ്ലൈസ് ആണ്.
വീണ്ടും നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സി കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. സോ സി ഡോട്ട് വെക്ടർ സി ഡോട്ട് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ എന്തെന്ന് വരും? ഈക്വൽ 0 വെക്ടർ. 0 തന്നെ, 0 വെക്ടർ അല്ല 0, ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് 0 ആണ്. സോ 0 ടൈംസ് ഏത് വെക്ടർ എടുത്താലും 0 തന്നെ വരും. ഓക്കെ, സ്കെയിലാർ വാല്യൂ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതകത്തോട്ട് എടുത്താൽ എന്ത് വരും? എ ഡോട്ട് സി, നോക്കിക്കേ, എ ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് സി എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ വരും, ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് എഴുതാം? എ ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് 1 ആണ്, അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? -1 ആകും. ഓക്കെ, -1 ആകും. ഇതിന് എന്തെന്ന് എഴുതാം? ഇക്വേഷൻ നമ്പർ 4. ഇവിടെ നോക്കിക്കേ, എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് പറയുന്ന -1 ആണ്, എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി എന്ന് പറയുന്ന -1 ആണ്, എ ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി എന്ന് പറയുന്ന -1 ആണ്. ഇത് ഓരോന്നും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. ഓരോന്ന് കൂട്ടുമ്പോഴോ -1 കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് 3 എണ്ണമാണ് ആവശ്യം. ഇവിടെ നമുക്ക് എ ഡോട്ട് ബി 2 പ്രാവശ്യം വന്നു, എ ഡോട്ട് സി 2 പ്രാവശ്യം വന്നു, സി ഡോട്ട് അതാകുമ്പോൾ സി ഡോട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതേ രീതിക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതാമേ. അത് എഴുതിയിരിക്കുന്ന മോഡലിൽ ഇതിനെ മാറ്റി എഴുതുകയാണ്. സി ഡോട്ട് എ ഡോട്ട് സി എന്ന് പറഞ്ഞാലും സി ഡോട്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ആ ഒരു തന്നിരിക്കുന്ന രീതിയിലോട്ട് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എവിടെയും സി ഡോട്ട്. ക്വസ്റ്റ്യന്റെ മോഡലിലോട്ട് മാറ്റാൻ വേണ്ടി മാറ്റിയതാണ് സി ഡോട്ട്. ഇവിടെ നോക്കിക്കേ, എ ഡോട്ട് ബി നമ്മൾ ഇവിടെ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, ബി ഡോട്ട് സി 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, സി ഡോട്ട് എയും 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 + 3 + 4 ചെയ്താൽ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2 + 3 + 4 ഇംപ്ലൈസ്, നോക്കിക്കേ, എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി എന്ത് വരും? 2a ഡോട്ട് ബി. ഓക്കെ, പ്ലസ് അടുത്ത് സി ബി ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി എന്ത് വരും? 2b ഡോട്ട് സി പ്ലസ് നോക്കിക്കേ, സി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് എ എന്ത് വരും? 2c ഡോട്ട് എ ഈക്വൽസ് എന്ത് വരും? -1 + -1 + -1 -3 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമുക്ക് ഇതിൽ 2 കോമൺ ആണ്, 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും? 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഈക്വൽസ് എന്ത് വരും? -3 വരും. സോ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എങ്ങനെ എഴുതാം? ഈക്വൽ ടു -3/2 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞു കിട്ടി? ഈക്വൽസ് -3/2 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അത് കിട്ടിയത് മനസ്സിലായല്ലോ. നമുക്ക് ഈ തന്ന രണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ ഓരോന്നായിട്ട് എഴുതി. ഓക്കെ, ഈ 2 എണ്ണം വെച്ചിട്ടുള്ള വാല്യൂസുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എന്ന് പറയുന്നത് -3/2 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് എയ്തർ വെക്ടർ എ വെക്ടർ ഈക്വൽ ടു 0 ഓർ ബി വെക്ടർ ഈക്വൽ ടു 0 then a dot b equals 0 but converse need not be true. Justify your answer with an example. തിരിച്ചു പറയുന്നത് ട്രൂ ആകത്തില്ല എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ കാണിക്കാനാണ് പറഞ്ഞത്. എന്ത് കാണിക്കാം? ഈസി ആയിട്ട് 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും 2 വെക്ടേഴ്സ് എടുത്താൽ മതി. ഓക്കെ, എനി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് വിൽ സാറ്റിസ്ഫൈ ദ കോൺവേഴ്സ് നോട്ട് ട്രൂ കേസ്. ഓക്കെ, കോൺവേഴ്സ് തിരിച്ച് എ ഡോട്ട് ബി എന്ന് പറയുന്ന 0 വരും, പക്ഷെ എയോ ബിയോ നോൺ 0 വരുന്ന വെക്ടറുകളാണ് എന്നുള്ള രീതിക്ക് നമുക്ക് ഏത് പറയാം? എനി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് എടുത്താൽ മതി. ഓക്കെ, എനി നോൺ 0 perpendicular vectors will be a dot b equals 0. ഓക്കെ, ഏത് 2 പെർപെൻഡിക്കുലർ നോൺ 0 പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് എടുത്താലും അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ ഇതിൽ തന്നെ ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഏതാണ്? എ വെക്ടർ ഈക്വൽസ് എന്ത് പറയാം? i പ്ലസ് ജെ, ഐ വെക്ടർ പ്ലസ് ജെ വെക്ടർ. ബി വെക്ടർ ഈക്വൽസ് എന്ത് പറയാം? ബി വെക്ടർ ഈക്വൽ ടു ഐ വെക്ടർ മൈനസ് ജെ വെക്ടർ. ഓക്കെ, ഇതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും 2 പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടേഴ്സ് എടുത്താലും മതി, ഐയും ജെയും മാത്രം എടുത്താലും മതി. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയി പോകും, നമുക്കറിയാം അല്ലേ?
സോ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു വെക്ടേഴ്സ് ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് എഴുതി ഐ പ്ലസ് ജെ ഐ മൈനസ് ജെ, രണ്ട് വെക്ടറുകൾ എടുത്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി അവരുടെ ഓരോന്നിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു റൂട്ട് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അഥവാ റൂട്ട് 2 വരും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു റൂട്ട് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ വരും അഥവാ റൂട്ട് 2 വരും. Therefore നമുക്ക് എന്ത് പറയാം, എ വെക്ടർ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി വെക്ടർ നോട്ട് ഈക്വൽ ടു 0. എ വെക്ടറും ബി വെക്ടറും 0 വെക്ടേഴ്സ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അവർ രണ്ടുപേരും എന്ത് വെക്ടേഴ്സ് അല്ല, 0 വെക്ടേഴ്സ് അല്ല. കാരണം അവർക്ക് എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർ 0 വെക്ടേഴ്സ് അല്ല. ബട്ട് എ ഡോട്ട് ബി എന്താകും, എ ഡോട്ട് ബി ഈക്വൽസ്, ഓക്കെ, എന്ത് വരും, 1 ടൈംസ് 1 1 വരും, പ്ലസ് 1 ടൈംസ് 1 പ്ലസ് 1 ടൈംസ് മൈനസ് 1 വരും. അതെന്ത് വരും, 1 മൈനസ് 1 അഥവാ 0 വരും. എ ഡോട്ട് ബി 0 വരും. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് എടുത്ത് എക്സാമ്പിൾ ചെയ്താൽ മതിയാകും, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ.